ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടവും സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ചെയ്യുന്നതെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി. ഓരോ വില്ലേജിലും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി ഉത്തരവുകളുടെ ഉത്തരവാദി ജില്ലാ ഭരണകൂടമാണ്. ഇതേ ജില്ലാ ഭരണകൂടം പുതിയ അജണ്ടയുമായി എത്തുന്നതിന്റെ ഭാഗമാണ് പുതിയ അന്വേഷണ സംഘങ്ങളുമായി വരുന്നതെന്നും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഹസനമാണ്. ഈ 3 പതിറ്റാണ്ട് കാലത്ത് റവന്യൂ വകുപ്പ് നടത്തിയ തീവെട്ടിക്കൊള്ളയെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും റസാഖ് ചൂരവേലി ആവശ്യപ്പെട്ടു. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടവും സബ് കളക്ടർ അടക്കമുള്ള മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും സ്വീകരിച്ചു വരുന്നത്. വർഷങ്ങളായി പ്രതിസന്ധിയിലായ ഒട്ടനവധി കേസുകൾ പരിഹരിക്കുന്നതിന് പകരം അതിസങ്കീർണമാക്കാനുള്ള നീക്കങ്ങളിൽ ഇനിയും തുടരുന്നു എന്നുള്ളത് കുറ്റകരമായ നിലപാടാണ് എന്നാണ് അതിജീവന പോരാട്ട വേദിക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ തരംമാറ്റൽ പ്രക്രിയയിൽ 5 വർഷക്കാലമായി നടക്കുന്ന 2000-ലധികം ആളുകൾ നിൽക്കുന്നു. ഓരോ വില്ലേജിനെയും ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുടെ അടിസ്ഥാന ഉത്തരവാദി ജില്ലാ ഭരണകൂടമാണ്. അതിന് കീഴിൽ വരുന്ന സബ് കളക്ടർമാരാണ്. വീണ്ടും പുതിയ അജണ്ടകളുമായി പുതിയ അന്വേഷണ സംഘങ്ങളുമായി വരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കയ്യേറ്റം അന്വേഷണം പ്രഹസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റവന്യൂ വിഭാഗം 3 പതിറ്റാണ്ട് കൊണ്ട് നടത്തിയ തീവെട്ടിക്കൊള്ളയെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട്. കൃത്യമായിട്ടും ഇനിയും ഈ നില തുടരാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല ശക്തമായ പ്രതികരണം ഇടുക്കിയിൽ നിന്നുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ നൽകുന്നത്.